എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ സ്റ്റാറിലേക്ക് സ്വാഗതം. ചിത്തിര നക്ഷത്രക്കാർക്ക് ഈ വരുന്ന മെയ് 2026 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ചിത്തിര നക്ഷത്രക്കാർക്ക് ഈ വരുന്ന മെയ് 2026 എങ്ങനെയാണ് എന്ന് നോക്കാം. Nine of Pentacles, Fool card, 3 of Cups, 8 of Cups, 9 of Swords, King of Cups. ആദ്യം തന്നെ 9 of Pentacles, 9 of Swords എനർജി കണക്ഷൻസ് ആണ്. നയൻസ് എൻഡിങ് ഫേസ് ആണ് സൂചിപ്പിക്കുന്നത് ചില കാര്യങ്ങളുടെ. അപ്പോൾ ഈ ഒരു എൻഡിങ് ഫേസ് എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രാരബ്ധങ്ങളുടെയും പ്രാരബ്ധക്കെട്ടുകളുടെയും എന്താ പറയുക, സങ്കടങ്ങളുടെയും ആങ്സൈറ്റിയുടെയും സ്ട്രെസ്സിൻ്റെയൊക്കെ ഒരു പര്യവസാനം എന്ന് നമുക്ക് ഈ ഒരു മാസത്തെ കരുതാവുന്നതാണ്. അപ്പോൾ ഈ ഒരു മാസം നിങ്ങളുടെ ഉള്ളിൽ കുറച്ചധികം നാളായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു സ്ട്രെസ്സ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ കുറച്ചധികം നാളായിട്ട് മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആ ഒരു എന്താകും എന്നുള്ളൊരു ചിന്ത, ആ ഒരു ഭാവിയെക്കുറിച്ചിട്ടുള്ള ആകാംക്ഷ, കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ചിട്ടുള്ള സങ്കടങ്ങൾ മനസ്സിൽ കൂട്ടിവെക്കുന്നത്, ഇതൊക്കെ നിങ്ങൾക്ക് ഭയങ്കര പ്രഷറാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പല പ്രഷറും അയഞ്ഞു പോകുന്നൊരു സാഹചര്യമാണ്. അപ്പോൾ അതായത് നമ്മൾ പറയില്ലേ, നമ്മളെ ഉള്ളിൽ നമ്മളെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന ചില സങ്കടങ്ങൾ, ഭാവിയെക്കുറിച്ചിട്ടുള്ള ആകാംക്ഷകൾ, ഇതൊക്കെ ഒന്ന് അതിൽ നിന്നൊക്കെ റിലീസാവുന്ന ഒരു സമയമാണ്. കാരണം പൊതുവേ ഭയങ്കരമായിട്ട് അമിതമായിട്ട് ചിന്തിച്ച് കൂട്ടി കാട് കയറി പോകുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് പതുക്കെ പുറത്ത് കടക്കുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങളൊരു സുഹൃത്തിനെ അടുത്തിടയ്ക്ക് പരിചയപ്പെടുന്നതാവാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഗൈഡ് അല്ലെങ്കിൽ ഒരു ഗുരു, നിങ്ങൾ എന്തെങ്കിലും ഒരു ആശ്രമമോ അല്ലെങ്കിൽ ഇതുപോലുള്ള എന്തെങ്കിലും ആത്മീയമായിട്ടുള്ളതോ അല്ലെങ്കിൽ ഫിലോസഫിക്കലായിട്ടുള്ള രീതിയിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. അതങ്ങനെ ഒരു ആത്മീയ ഇതിൽ പെട്ട ഒരാൾ അല്ലെങ്കിൽ ഒരു ഗുരു തന്നെ ആവണമെന്നില്ല. ഈ ഒരു രീതിയിൽ ചിന്ത, നമ്മൾ പറയില്ല, ആളുകൾ ആത്മീയം എന്ന് പറയുമ്പോൾ പിന്നെ ഒരു രീതിയിലൊക്കെ ചിന്തിക്കുന്നത്, ഇന്ന രീതിയിൽ പ്രവർത്തിക്കുന്നത്, ഇന്ന രീതിയിൽ വസ്ത്രം ധരിക്കുന്ന എന്നുള്ളൊരു ചിന്തയായിരിക്കും ആളുകൾക്ക് പൊതുവെ. അപ്പോൾ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് മനസ്സുകൊണ്ട് വളരെ പോസിറ്റീവാണ്. ഒത്തിരി കാര്യങ്ങളിൽ വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള ചിന്ത ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തിയെ കണ്ടുമുട്ടുന്നതിലൂടെ നിങ്ങളുടെ ഈ ഒരു ഓവർ തിങ്കിങ്, സ്ട്രെസ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റും. നിങ്ങളുടെ ജീവിത ശൈലിയിൽ മാറ്റം വരുന്നുണ്ട്. അപ്പോൾ ജീവിത രീതി, നിങ്ങൾ പല കാര്യങ്ങളിലും മാറ്റം കൊണ്ടുവരുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവ് തന്നെ മാറുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഒത്തിരി പ്രയോജനം ചെയ്യുന്നുണ്ട്. ഈ അതായത് മനസ്സമാധാനത്തോടു കൂടി ഉറങ്ങിയിട്ട് കുറേ നാളായെന്ന് പറയുന്ന ആളുകളുണ്ട് പലരും. മനസ്സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റുന്നൊരു മാസമായിരിക്കുമെന്ന് പറയാം. അതേപോലെ തന്നെ ചില കൊച്ചു കൊച്ചു കാര്യങ്ങൾ ജീവിതത്തിൽ, ഇപ്പോൾ ഡ്രൈവിംഗ് പഠിക്കുന്നവർക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാവുന്നതായിരിക്കാം, അല്ലെങ്കിൽ IELTS അതുപോലെയുള്ള എന്തെങ്കിലും ടെസ്റ്റുകൾ പാസ്സാവുന്നു ചെറിയ രീതിയിൽ. ഏത് തരത്തിലും പരീക്ഷകളിൽ വിജയം നേടുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇവിടെ സ്കോളർഷിപ്പ് ഉണ്ട്, അതായത് സാമ്പത്തികമായിട്ട് നേട്ടം ഉണ്ടാകാൻ പറ്റുന്ന രീതിയിൽ. ഇപ്പോൾ IELTS, ഇപ്പോൾ വിദേശത്തേക്ക് പോകുന്നവർ അവിടെ ജോലി കാര്യങ്ങൾ വേണമെങ്കിൽ ചില രാജ്യങ്ങളിലും IELTS കാര്യങ്ങൾ വേണം. അപ്പോൾ അത് ഒരു നേട്ടമാണ്, ഭാവിയിലേക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്നത്. അതേപോലെ ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ ഡ്രൈവിങ്ങുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അതൊരു നേട്ടമാണ്. അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ ഭാവിയിലേക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്ന ചിലവർക്ക് സ്കോളർഷിപ്പ് കാര്യങ്ങളൊക്കെ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് സാമ്പത്തിക നേട്ടം തരുന്ന ഒരു മത്സര പരീക്ഷ, ഇമ്മീഡിയറ്റ് ആയിട്ട് സാമ്പത്തിക നേട്ടം തരുന്ന ഒരു പരീക്ഷ വിജയം ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ നിങ്ങൾ വളരെയധികം പൊതുവെ നിങ്ങൾക്ക് നമ്മൾ ചില ആളുകളുണ്ട് എത്ര കിട്ടിയാലും തൃപ്തിയാവില്ല എന്നുള്ളത്. അപ്പോൾ നമ്മൾ പലപ്പോഴും അറിഞ്ഞുകൊണ്ടായിരിക്കില്ല നമ്മളത് ചെയ്യുന്നത്. നമുക്ക് ചില കാര്യങ്ങൾ ലഭിക്കുമ്പോൾ നമ്മളെന്താണ് ചെയ്യുന്നത് വെച്ചാൽ മറ്റുള്ളവരായിട്ടായിരിക്കും നമ്മൾ കമ്പയർ ചെയ്യുക. ഇപ്പോൾ ഒരു ബൈക്ക് വാങ്ങിക്കുമ്പോൾ അപ്പുറത്തെ വീട്ടിലെ ആൾ കാറ് വാങ്ങിക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്നത് കാർ എപ്പോൾ മേടിക്കാൻ പറ്റും എന്നുള്ളതായിരിക്കും. ആദ്യം ബൈക്ക് മേടിച്ചിട്ട് അതൊക്കെ ഇരുന്ന് ആ ഒരു ഇത് ആസ്വദിച്ച് കഴിഞ്ഞിട്ട് അതിലേക്ക് വരാം. പക്ഷേ നമ്മുടെ ഉള്ളിൽ നമ്മൾ ചിന്തിക്കും, ഞാൻ വളരെ ഗ്രേറ്റ്ഫുള്ളാണ്, ദൈവത്തിന് നന്ദി പറയാറുണ്ടെന്ന്. പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കാതെ വിടുന്ന കാര്യം, നിങ്ങൾ ആ ഒരു പ്രപഞ്ചശക്തി അല്ലെങ്കിൽ നിങ്ങൾ ദൈവത്തിൽ നന്ദി പറയുമ്പോൾ നിങ്ങൾ ഹാപ്പിയാണ്, താങ്ക് യു ഒരിക്കലോ എപ്പോഴോ പറയുന്നുണ്ടാവാം. പക്ഷേ
പലപ്പോഴും ആരുടെയെങ്കിലുമൊക്കെ ലൈഫിൽ വലിയ വലിയ കാര്യങ്ങൾ കാണുമ്പോൾ എനിക്കും അതുപോലെ ഉണ്ടായില്ലല്ലോ എന്നുള്ളൊരു നിരാശ എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിലുള്ള കാര്യങ്ങൾ പോരാതെ വരുമ്പോഴാണ് നിരാശ വരുന്നത്. പോരാതെ വരുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ഉള്ളത് കൊണ്ട് തൃപ്തിയില്ല എന്നുള്ളത്. അപ്പോൾ അത് ഗ്രേറ്റ്ഫുൾ ആണെന്ന് നമുക്ക് തോന്നിയാലും നമ്മുടെ മനസ്സ് ഇങ്ങനെ കാട് കയറുമ്പോൾ നമ്മൾ അൺഗ്രേറ്റ്ഫുൾ ആയിട്ട് മാറുന്നു. അതിനർത്ഥം ഇങ്ങനെയൊന്നും ചിന്തിച്ചുകൂടാ എന്നുള്ളതല്ല. ഈ ഒരു രീതിയിലേക്ക് ചിന്തിക്കുന്നതിന് പകരം ഈ ഒരു കാറ്, അതായത് എനിക്കില്ലാതെ പോയി എന്നുള്ള സൈഡിൽ ചിന്തിക്കുന്നതിനും പകരം ഓക്കെ അതേപോലൊരു കാറ് വാങ്ങിക്കാം, അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് നോക്കുക. അല്ലാതെ അത് ഇല്ലല്ലോ എന്ന സങ്കടത്തിലേക്കല്ല, മറിച്ച് അതെനിക്ക് വാങ്ങിക്കണം എന്നുള്ളൊരു ഇൻസ്പിറേഷനിലേക്ക് പോവുക എന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, ആ ഒരു എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ച് വേണ്ടത്. പിന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നെക്സ്റ്റ് വന്നിട്ട് ഫുൾ കാർഡ് ആൻഡ് 8 ഓഫ് കപ്സ് എനർജിയാണ്. ലൈഫിൽ മൊത്തത്തിലൊരു മാറ്റമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം എന്ന് പറയുമ്പോൾ വീട് മോടി പിടിപ്പിക്കുക, റീഅറേഞ്ച് ചെയ്യുക, ആളുകളെ വീട്ടിലേക്ക് വിളിക്കുക. നിങ്ങൾക്ക് ആളുകളെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ വീട്ടിൽ വിളിച്ച് ഭക്ഷണം കൊടുക്കുന്നു, അവരുടെ കൂടെ നിന്ന് സംസാരിക്കുന്നു. ഫാമിലിയിലും ആളുകൾ വരുന്നത് ഒത്തിരി ഇഷ്ടമാകുന്ന ഒരു, അല്ലെങ്കിൽ പൊതുവെ അത് ഇഷ്ടമില്ലാത്ത ഒരാളാണെങ്കിൽ പോലും ഈ ഒരു മാസത്തിൽ ആരെങ്കിലുമൊക്കെ ആയിട്ട് വീട്ടിൽ വന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നുണ്ട്. അത് നിങ്ങൾ ഇഷ്ടപ്പെടാനും തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ കംഫർട്ടബിൾ സ്പേസിലേക്ക് മറ്റൊരാളെ കടത്താത്ത ഒരാളാണെങ്കിൽ പോലും നിങ്ങൾ ഒരു പരിധിവരെയൊക്കെ അത് ഇഷ്ടപ്പെടാൻ തുടങ്ങുന്നു എന്നുള്ളതാണ്. ജീവിതത്തിൽ നിങ്ങൾ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. ഇഷ്ടമുള്ള കാര്യങ്ങൾ വീട്ടിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നു. ഇതൊക്കെയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാണിക്കുന്നത്. അതേപോലെ തന്നെ നെക്സ്റ്റ് വന്നിട്ട് ഫൂൾ കാർഡ് ആൻഡ് കിങ് ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ പുതിയ തുടക്കമാണ് ജീവിതത്തിൽ. അപ്പോൾ പുതിയ തുടക്കം എന്ന് നമ്മൾ പറയുമ്പോൾ നമുക്ക് പലപ്പോഴും ഒരു പുതിയൊരു ഇതിലേക്ക് പോകുമ്പോൾ ഉള്ളിൽ വിശ്വാസക്കുറവ് ചിലപ്പോൾ ഉണ്ടായേക്കാം. അപ്പോൾ ഇവിടെ പുതിയൊരു പാത്ത് നിങ്ങളുടെ ലൈഫിൽ വരികയാണ്. ഒരു വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി. നൗ ഇസ് ദ ടൈം ഫോർ ഡെസ്റ്റിനി നിങ്ങളുടെ ജീവിതത്തിൽ. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക, പ്രാക്ടിക്കലായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ ചെക്ക് ചെയ്യുക. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ട് മുന്നോട്ടേക്ക് പോകാം, പക്ഷേ ആ സ്വപ്നം പ്രാക്ടിക്കലാണോ എന്നുള്ളത് ചിന്തിക്കുക, റിയലിസ്റ്റിക് ആണോ അതെന്നുള്ളത് ചിന്തിക്കുക. പിന്നെ നിങ്ങൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ നിങ്ങൾ ഫോക്കസ് വളരെയധികം പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവരാൻ പറ്റിയൊരു സമയമാണ്. ഒരു പുതിയ ടെറിറ്ററി, ഒരു പുതിയ ലോകത്തേക്ക് തന്നെ നിങ്ങൾ മാറുന്നു എന്നുള്ളൊരു സന്ദേശം കൂടി ഇതിവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ആ ഒരു വിശ്വാസമാണ് നിങ്ങൾക്ക് വേണ്ടത്. നിങ്ങൾ ഏത് പ്രായത്തിലുള്ളവരാണ് എങ്കിലും, ഇപ്പോൾ പ്രായമായിട്ടുള്ള ആളുകൾ, റിട്ടയർമെൻ്റ് ഫേസിൽ നിൽക്കുന്നവർ, റിട്ടയർ ആയിട്ടുള്ളവർ, വീട്ടമ്മമാർ, ഇങ്ങനെയുള്ള ഈ ഒരു ഇതിലൊക്കെ നിൽക്കുന്നവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ ടൈമാണ്. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത്. അതേപോലെ തന്നെ 3 ഓഫ് കപ്സ് ആൻഡ് 9 ഓഫ് സോട്സ് എനർജിയാണ്. ഇവിടെ പ്രണയ സാക്ഷാത്കാരം സൂചിപ്പിക്കുന്നുണ്ട്. മാനിഫെസ്റ്റേഷൻ പറഞ്ഞപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച പ്രണയം നിങ്ങൾക്ക് ലഭിക്കുന്നു. പ്രത്യേകിച്ച് വീട്ടിൽ വലിയ പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പ്രണയത്തിൻ്റെ പേരിൽ. മറ്റ് 2 മതം, ജാതി, അല്ലെങ്കിൽ സാമ്പത്തിക സ്ഥിതികൾ, അല്ലെങ്കിൽ വിദ്യാഭ്യാസം, മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടിട്ട് മാറി നിൽക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്ന ആളുകളായിരിക്കാം. പക്ഷേ ഫൈനലി വീട്ടുകാർ നിങ്ങളുടെ മുമ്പിൽ മുട്ടുമടക്കുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യം. അപ്പോൾ ഒരു മാനിഫെസ്റ്റേഷനാണ് കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു ടെൻഷൻ, ആ ഒരു ആങ്സൈറ്റി നിങ്ങൾക്ക് മാറിക്കിട്ടുന്നുണ്ട്. പിന്നെ നിങ്ങൾ എന്തോ വിദേശത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഈ വാർ സിറ്റുവേഷനായിട്ട് ബന്ധപ്പെടുത്തി നിങ്ങൾക്ക് എന്തോ ചെറിയ പ്രശ്നങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി വിസയോ മറ്റെന്തൊക്കെ കാര്യമൊക്കെ നിങ്ങളെ ബാധിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ അത് നിങ്ങളെ അതായത് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ നിങ്ങളെ ബാധിക്കാൻ സാധ്യത കുറവാണെങ്കിൽ കൂടിയും നിങ്ങൾ മനസ്സുകൊണ്ട് നിങ്ങളത് ബാധിക്കുന്നു എന്നുള്ളൊരു ചിന്തയിലേക്ക് വരുന്നത് കാരണം അത് ഡയറക്റ്റായിട്ട് ബാധിച്ചില്ലെങ്കിലും മറ്റു തരത്തിലുള്ള ചില ചലഞ്ചസൊക്കെ ഉണ്ടാവാം. അപ്പോൾ ഏറ്റവും അത്യാവശ്യം പോസിറ്റീവായിട്ട് ഇരിക്കേണ്ടതാണ് എന്നുള്ളതാണ്. പിന്നെ പലരും പാരൻസുമായിട്ട് ഒരുമിച്ച് ചേർന്ന് ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഫാമിലി ആയിട്ട് കുറച്ചധികം സമയം ചിലവഴിക്കാൻ പറ്റുന്ന സമയം. ഇപ്പോൾ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ അതിന് സാധ്യത സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ ഫാമിലി റിയൂണിയൻ, ഗെറ്റ് ടുഗെദർ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. സ്കൂൾ കോളേജ് റിയൂണിയൻ, അതുപോലെ ഒരു കൂട്ടായ്മയുടെ ഒരു സന്തോഷം ഇവിടെ കാണിക്കുന്നുണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസത്തിൽ. ഓക്കെ,
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.